നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭാരത് ലൈവിന്റെ പുതിയ ആധ്യാത്മിക പരിപാടി സോപാനം ഇവിടെ ആരംഭിക്കുന്നു. ആദ്യ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് സോപാനത്തിന്റെ ആദ്യ അധ്യായത്തിൽ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ചരിത്ര പ്രസിദ്ധ ക്ഷേത്രമായ ശ്രീ കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. ഒരുപാട് പറയാനുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായ ശ്രീ മഹാദേവന്റെ ശക്തിയെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച്. നാട്ടുകാരും ക്ഷേത്ര അധിപന്മാരും എല്ലാവരും ഒത്തുചേർന്നാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം സോപാനത്തിന്റെ ആദ്യ അധ്യായത്തിൽ. ഒരിക്കൽ കൂടി സ്വാഗതം സോപാനത്തിലേക്ക്. സോപാനത്തിൽ ഇന്ന് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 1200 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ശില്പകലകളാലും അതിൻ്റെ പ്രത്യേകതകളാലും വാസ്തുശില്പ ചാതുരിയാലും ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. മാത്രമല്ല, ചടങ്ങുകളിലും ആരാധനകളിലും ഒക്കെ തന്നെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് തരത്തിലുള്ള രീതികളും പിന്തുടരുന്ന ഒരു ക്ഷേത്രമാണ് കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത്രയേറെ പ്രത്യേകതകളും ചരിത്ര സംഭവങ്ങളുമായി കോർത്തിണക്കിയാണ് ക്ഷേത്രം ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയത്. ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഒപ്പം ചോറ്റാനിക്കര യക്ഷി എന്ന യക്ഷിയമ്മയും ഉണ്ട്. യക്ഷിയുടെ കഥ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഐതിഹ്യമാലയിൽ വളരെ വ്യക്തമായി തന്നെ ഈ യക്ഷിയുടെ കഥയും ഗുപ്തൻ നമ്പൂതിരിയുടെ കഥയും വർണ്ണിക്കുന്നുണ്ട്. ഈ യക്ഷിയുടെ കഥയുമായി ഈ ക്ഷേത്രത്തിന്റെ അധികാരി പള്ളിപ്പുറത്ത് നമ്പൂതിരിക്ക് അഭേദ്യമായ ഒരു ബന്ധമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ ആരാധനകളും ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളും ഒക്കെ തന്നെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ആയുസ്സിന്, മനുഷ്യായുസ്സിന് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. കടുകോളം ആയുസ്സുണ്ടെങ്കിൽ കണയന്നൂരപ്പൻ കാത്തുകൊള്ളും എന്ന് പ്രമാണം. തീർച്ചയായും കടുകോളം ആയുസ്സുണ്ടെങ്കിൽ പോലും ആ ആയുസ്സിനെ മലയോളമാക്കാൻ കഴിവുള്ള ആരാധനാമൂർത്തിയാണ് കണയന്നൂരപ്പൻ എന്ന് ആളുകളും ഭക്തജനങ്ങളും ക്ഷേത്രേശനും സാക്ഷ്യപ്പെടുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച യക്ഷിക്കഥയുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 2 അഭിഷേകങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ള, ചടങ്ങുകളിലും മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എന്നും ആറാട്ട് നടക്കുന്ന വിവരം ഭക്തർക്ക് അറിയാമെന്ന് കരുതുന്നു. ഈ കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ആറാട്ടും അതുപോലെയുള്ള ഇറക്കി എഴുന്നള്ളിപ്പും മറ്റ് പൂജാവിധികളും ചോറ്റാനിക്കര അമ്മയ്ക്ക് നൽകുന്നത്. ചോറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹവും കണയന്നൂരപ്പന്റെ അനുഗ്രഹവും ഒന്നുചേർന്ന് ഭക്തരിലേക്ക് എത്തുന്നു എന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളായി കാണുന്നത് സ്വയംവര പുഷ്പാഞ്ജലി. പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നതിനായി സ്വയംവര പുഷ്പാഞ്ജലി യഥാവിധി സമർപ്പിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് നല്ല വരനെ ലഭിക്കുമെന്ന് വിശ്വാസം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് നേരത്തെ സൂചിപ്പിച്ച ആയുസ്സുമായി ബന്ധപ്പെട്ട മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും. പല ക്ഷേത്രങ്ങളിലും നിരവധി പേരുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമങ്ങൾ നടക്കുമ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ ഒരു ദിവസം ഒരാളുടെ പേരിൽ മാത്രമേ മൃത്യുഞ്ജയ ഹോമം നടത്തൂ എന്ന പ്രത്യേകതയും ഉണ്ട്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ക്ഷേത്രേശനും ക്ഷേത്രാധികാരിയുമായ പള്ളിപ്പുറത്ത് ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് വിവരിക്കുന്നു. ഞാൻ പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്. ഈ ക്ഷേത്രം കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഉദ്ദേശം ഒരു 1200 മേളിൽ വർഷം പഴക്കമുള്ളൊരു അമ്പലമാണ്. അതിൻ്റെ കൃത്യമായ ലിഖിതങ്ങളില്ലെങ്കിലും അഷ്ടമംഗല്യ വിധി പ്രകാരം, അഷ്ടമംഗല്യ പ്രശ്നത്തിൻ്റെ വിധി പ്രകാരവും പിന്നെ പഴയ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുഘടനകൾ പരിശോധിച്ച ചില ഈ മേഖലകളിലെ വിദഗ്ധന്മാരും അവരുടെ അഭിപ്രായം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ കാലോചിതമായ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഇരട്ട ശ്രീകോവിലുള്ള
ഓടും എല്ലാം ആയിട്ടുള്ളൊരു വാസ്തുഘടനയായിരുന്നു. അത് ആ കാലഘട്ടം ഈ ബിംബത്തിൻ്റെ ആ വലിപ്പം എല്ലാം കൂടി കണക്കിലെടുത്താണ് ഇതിൻ്റെ ഒരു കാലഘട്ടം അവർ നിർണയിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാലപ്പഴക്കത്താൽ ഒരു ക്ഷേത്രത്തിന് ക്ഷതം വന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ജനകീയമായിട്ട് പൊതുജന ഭക്ത പങ്കാളിത്തത്തോടെ ആധുനിക രീതിയിൽ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രത്തിനൊരു ഒരു പ്രാധാന്യം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രാധാന്യം വെച്ചാൽ ചോറ്റാനിക്കര ഭഗവതിയുടെ ഒരു യക്ഷി മോക്ഷത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചോറ്റാനിക്കര ഭഗവതി ഒരു യക്ഷി ഒരു ബ്രാഹ്മണനെ പിടിക്കാൻ വരികയും അദ്ദേഹം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ആ ചോറ്റാനിക്കര ഭഗവതി ആ യക്ഷിയെ വധിച്ച് അപ്പോൾ ഞങ്ങൾ പള്ളിപ്പുറത്ത് മന കൂടി ആ ഒരു സംഭവത്തിൽ ഒരു പങ്കാളി ആയതുകൊണ്ട് ആ ഭഗവതിയാൽ നിഗ്രഹിച്ച് മോക്ഷം ലഭിച്ച യക്ഷിക്ക് മോക്ഷം ലഭിച്ചല്ലോ. ആ യക്ഷിയെ ഞങ്ങളുടെ ഈ കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഇവിടെ ഏക ഉപദേവത ഈ യക്ഷിയമ്മ മാത്രമാണ്. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. ആ യക്ഷിയമ്മയുടെ ഭജനം പലരും പറഞ്ഞ കാലം ഈ ഭയനിവാരണത്തിനും എല്ലാത്തിനും വളരെ ഉത്തമമാണെന്ന് പറയുന്നത് വളരെ ദൂരം നിന്ന് തന്നെ ഇത് കേട്ടറിഞ്ഞ് അനുഭവസ്ഥര് പലരും അനുഭവം പറഞ്ഞ് കേട്ടറിഞ്ഞ് വന്ന ധാരാളം ചരിത്രങ്ങളുണ്ട്. പിന്നെ ചോറ്റാനിക്കര ഭഗവതി ഇറക്കി പൂജ നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവതി ചെന്ന് ഇറക്കി പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവം. അതിലൊന്നാണ് ഈ കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ അധികം തന്നെയുണ്ട്. പിന്നെ ഈ ക്ഷേത്രം ഒരു കാലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന പോലുള്ള ചില ഇത് വന്ന് ഈ ക്ഷേത്രം ഭക്തജനങ്ങൾ പങ്കാളത്തോടെ ഉയർത്തെഴുന്നേറ്റ് പൂജാധികാരികളെല്ലാം വലുതായതോടെ ഈ നാടിന് തന്നെ വലിയൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർക്ക് യശസ്സും ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് ധാരാളം അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അന്നദാന പ്രഭുവായിട്ടുള്ള ഈ ഭഗവാനെ ആയസ്സിന് വളരെ വിശേഷമാണെന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് കടുകോളം ആയസ്സുണ്ടെങ്കിൽ കണയന്നൂരപ്പൻ കാക്കും എന്നുള്ള അത്ര അങ്ങനെ ഇതുണ്ട്. ഇന്നും മൃത്യുഞ്ജോമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം മിക്കവാറും ദിവസങ്ങൾ മൃത്യുഞ്ജോമം ഉണ്ട്. അത് ഒരാൾക്ക് ഒരെണ്ണം വെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. അത് വിശേഷമായിട്ട് എല്ലാ വിധിപ്രകാരം തന്നെ ചെയ്യാറുള്ളതാണ്. അങ്ങനെ ആയുസ്സിന് വളരെയധികം ആയുർ സംബന്ധമായിട്ടുള്ള ആൾക്കാരുടെ വഴിപാട് നടത്തിയിട്ട് രക്ഷ പ്രാപിച്ച് അവർ തിരിച്ചു വന്ന ധാരാളം പേര് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെയധികം അന്നദാനപ്രഭുവാണ്. അങ്ങനെ വളരെയധികം ഇതുള്ള ഒരു ക്ഷേത്രമായിട്ട് തന്നെയാണ് ഈ കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അറിയുന്നത്. കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അധിപനായ ട്രസ്റ്റി പള്ളിപ്പുറത്ത് ഇല്ലത്ത് ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞതുപോലെ ഒരുപാട് ചരിത്ര സങ്കല്പങ്ങളുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. അവരുടെ ഇല്ലവുമായി, അതായത് പള്ളിപ്പുറത്ത് മനയുമായി ഈ ക്ഷേത്രത്തിനും അതുപോലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധമാണ് കൽപ്പിക്കപ്പെടുന്നത്. അതിൽ ഒരു യക്ഷിക്കഥയുണ്ട്. ഒരു മഹാബ്രാഹ്മണനായ ഗുപ്തൻ നമ്പൂതിരി എന്ന വ്യക്തി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം യാത്രാമധ്യേ ഒരു യക്ഷി അദ്ദേഹത്തെ പിന്തുടരുകയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദേവീ മഹാത്മ്യം പുണ്യഗ്രന്ഥമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനാവാതെ ബുദ്ധിമുട്ടുകയും ഇദ്ദേഹം പള്ളിപ്പുറത്ത് മനയിൽ അഭയം തേടുകയും അവിടുത്തെ ബ്രാഹ്മണൻ, അതായത് പള്ളിപ്പുറത്തെ അന്നത്തെ കാരണവർ ഇദ്ദേഹത്തിന് 7 കല്ലുകൾ കൊടുക്കുകയും ഒപ്പം തന്നെ ഒരു തോർത്തും കൊടുക്കുകയും ചെയ്തു. അതിന്റെ കഥയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ പണ്ട് ഐതിഹ്യങ്ങളിലും പുരാണ കഥകളിലുമൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഈ ക്ഷേത്രവുമായി, കണയന്നൂർ ക്ഷേത്രവുമായി പള്ളിപ്പുറത്ത് ഇല്ലത്തിന് ഉള്ള ബന്ധവും അതുപോലെ തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന് ഉള്ള ബന്ധവും ഒക്കെ തന്നെയാണ് അദ്ദേഹം വിവരിച്ചത്. ചരിത്രപരമായ ഒരുപാട് ആഖ്യായികകളിലൂടെയും കടന്നു വന്ന ഒരു മഹാക്ഷേത്രമാണ് കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. യക്ഷിമോക്ഷത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ ഒരു ഗുപ്തൻ എന്നൊരു നമ്പൂതിരി അദ്ദേഹം ഒരു കഥകളി കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു സുന്ദരിയായ സ്ത്രീ എന്നെയും കൂട്ടി കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ഈ സ്ത്രീ സാമീപ്യം കുതിച്ചിരുന്ന ഗുപ്തൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, എൻ്റെ കൂടെ വന്നോളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിലൊരു ദേവീ മഹാത്മ്യം ഗ്രന്ഥമുണ്ട്, അതെൻ്റെ ഗുരുനാഥനായിട്ടുള്ള കൊശാപ്പിളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പലവട്ടം ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം അത് വേണ്ട, നമുക്ക് നാളെ കൊടുക്കാം, ഇന്നിവിടെ ഇരിക്കട്ടെ, നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗുരുനാഥനെ വളരെയധികം ഭയഭക്തി ബഹുമാനമുള്ള ഇദ്ദേഹം പറഞ്ഞു, അതല്ല, ഞാൻ ഗുരുനാഥനെ കൊടുത്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുനാഥൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ സമയത്തൊരു സ്ത്രീയായിട്ട് പോകുന്നതിൻ്റെ ഔചിത്യക്കുറവ് കൊണ്ട് ഈ സ്ത്രീ പുറത്ത് പടിപ്പുരെ കാത്തു നിന്നു. ഗുരുനാഥൻ ഈ കൂടെ വന്ന ആരാന്നുള്ള അദ്ദേഹത്തിന് മാന്ത്രികശക്തിയെ മനസ്സിലാക്കി. അദ്ദേഹം ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. പലവട്ടം ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒന്ന് ഉരുണ്ട് കളിച്ചു. എന്നാലും പിന്നെ അവസാനം അദ്ദേഹം എന്നെ തൊട്ട് നോക്കാൻ പറഞ്ഞു. തൊട്ട് നോക്കിയപ്പോൾ ഈ ഭീമാകാരമായ ആ സുന്ദരി ഭീമാകാരമായ ഒരു യക്ഷിയായിട്ട് കണ്ടു. അപ്പോൾ ഗുരുനാഥനായിട്ടുള്ള കൊശാപ്പള്ളി പറഞ്ഞു, വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി അങ്ങേക്ക് ചോറ്റാനിക്കര ഭഗവതി മാത്രമേ അങ്ങേ രക്ഷിക്കാൻ പറ്റുള്ളൂ, കാരണം ഈ യക്ഷിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ തൽക്കാലം ഒരു 7 കല്ല് ജപിച്ചു തരാം. യക്ഷി അടുത്ത് വരുമ്പോൾ അങ്ങ് ഓരോ കല്ലും പുറകിലേക്ക് എറിയുക. അപ്പോൾ യക്ഷി അത്രയും ദൂരം നിങ്ങൾക്ക് ചോറ്റാനിക്കര എത്താം എന്ന് പറഞ്ഞു. അതുപ്രകാരം അദ്ദേഹം നീങ്ങി. പക്ഷെ ആ പരിഭവത്തിന്റെ ശക്തിയിൽ അദ്ദേഹം കല്ല് വളരെ വേഗം വലിച്ചെറിഞ്ഞു. ചോറ്റാനിക്കര എത്തുന്നതിന് മുമ്പ് കല്ല് കഴിഞ്ഞു. യക്ഷി പിടിക്കുന്നുള്ള ഘട്ടായി. ആ സമയത്ത് പരിഭ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു വെളിച്ചം കണ്ടൊരു സ്ഥലത്തേക്ക് പോയി. അത് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള പള്ളിപ്പുറത്ത് പനയായിരുന്നു. അവിടുത്തെ ആ കാർന്നവർ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എനിക്ക് കുളി കഴിഞ്ഞിട്ട് അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ
തോർത്തുകൊണ്ട് കയ്യിലിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് തപശക്തി കാരണം യക്ഷിക്ക് ഈ ഇങ്ങനെ കോമ്പൗണ്ടിലേക്ക് കിടക്കാൻ പറ്റിയില്ല, ഗൃഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞു അങ്ങേക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങേ ചോറ്റാനിക്കര പോതിക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, പക്ഷേ അങ്ങേക്ക് ചോറ്റാനിക്കര എത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഈ തോർത്ത് തരാം, ഇത് ചുറ്റിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് അങ്ങേ യക്ഷി പിടിക്കില്ല. പക്ഷേ ഇതെൻ്റെ വിഴുപ്പ് തോർത്തായതുകൊണ്ട് അങ്ങ് എന്താ ചെയ്യുന്നത്, ഇത് പുറത്തേക്ക് അറിഞ്ഞിട്ട് വേണം കിടക്കാൻ തോന്നും. ഇദ്ദേഹം അതുപോലെ ചെയ്തു, ഈ ഗുപ്തൻ നമ്പൂരി അതുപോലെ ചെയ്തു. ഈ വിഴുപ്പ് പുറത്തേക്ക് എറിഞ്ഞ് വലത്തേക്കാല് വെച്ചപ്പോൾ ഇടത്തേക്കാല് കയറി പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ സമയം ഭഗവതി അവിടെ ഐനിക്കാടായിരുന്നു ശാന്തിക്കാരൻ. അദ്ദേഹം ഒരഭിഷേകം കഴിഞ്ഞ് അദ്ദേഹം തടപ്പള്ളിക്ക് പോയ സമയത്താണ്. ആ സമയത്ത് നോക്കിയപ്പോൾ അപ്പോൾ ഭഗവതി ചോദിച്ചു എന്നാ പറഞ്ഞത്, പള്ളിപ്പുറത്തും അരുവീടിന്റെ പൂസുര അഠ്യൻ തള്ളിക്കളഞ്ഞ വിടുമോശ വിഴുപ്പിനോളം കള്ളി, നിനക്ക് ബഹുമാനം അതില്ലെങ്കിൽ കാണാമതിൻ്റെ വനം. ഇപ്പൊ തന്നെ ഈ പള്ളിപ്പുറത്ത് നമ്പൂരി തന്ന വിഴുപ്പ് ആ തോർത്തുമുണ്ട് നീ ബഹുമാനിച്ച് നീ അദ്ദേഹത്തിനെ ഈ എൻ്റെ ഭക്തനൊന്നും ചെയ്യാൻ വരും, എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഭക്തനെ നീ പിടിക്കുക കഴിഞ്ഞാൽ അത് എന്നെ അവമാനിച്ച പോലെയാണല്ലോ എന്ന് പറഞ്ഞ ഭഗവതിയെ യക്ഷിയെ നിഗ്രഹിച്ച് ആ ശൂലം യക്ഷിക്കുളത്ത് തെക്കേച്ചെറയെ കൊണ്ട് കഴുകിയെന്നാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും മൈനിക്കാട് തിരിച്ചു വന്നപ്പോഴേക്കും ഉടയാടിലാകെ രക്തം പുരണ്ടിരിക്കണം. അപ്പോൾ ഒരു അശരീരി കേട്ടു, ഒരു അഭിഷേകോട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പള്ളിപ്പുറത്ത് നമ്പൂരിയും ഗുപ്തൻ നമ്പൂരിയൊക്കെ വന്ന് ഈ കഥകൾ മുഴുവൻ പറഞ്ഞപ്പോൾ ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരു അഭിഷേകം കഴിഞ്ഞാൽ ഒരു അഭിഷേകം കൂടി ഉണ്ട്, അത് ഈ യക്ഷി മോക്ഷത്തിൻ്റെ സങ്കല്പത്തിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ പള്ളിപ്പുറത്ത് നമ്പൂരി കൂടി പള്ളിപ്പുറത്ത് നമ്പൂരി കൂടി ഞങ്ങൾ കൂടി പങ്കാളികളായിട്ടാണല്ലോ ഈ യക്ഷി മോക്ഷം ഉണ്ടായത്. അത് കാരണം ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രത്തിൽ ഈ യക്ഷിയെ ഉപദേവതയെ പ്രതിഷ്ഠിച്ചു. ഇന്ന് ഏക ഉപദേവത ഈ യക്ഷി മാത്രമേ ഉള്ളൂ. ധാരാളം പേര് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ധാരാളം ഇവർ യക്ഷിയെ ഭജിച്ച് അങ്ങനെ ഈ അകാരണമായ ഭീതി ഭയം ആ കാര്യത്തിലൊക്കെ ഇവിടെ നിന്ന് ഭജിച്ചിട്ട് ധാരാളം പേര് അതിന് മോക്ഷം ലഭിച്ച് പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുടുംബമാണ്. ഈ കൊച്ചി രാജാവിൻ്റെ അരിയിട്ട് വാഴ്ചയ്ക്കുള്ള അവകാശമുള്ള കുടുംബമായിരുന്നു. പഴയ ഒരു എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല, അങ്ങനെ ആയിട്ടുള്ളൊരു കുടുംബമാണ്. ഇപ്പോഴും ഒരു 12 കെട്ടോടുകൂടി നിലനിൽക്കുന്ന ഒരു ഇതായിട്ട് വരുന്നത്. ചോറ്റാനിക്കര ഒരു ഇറക്കി പൂജ ഞങ്ങളുടെ അവിടെ വെച്ചാണ്. ആറാട്ടും ഇറക്കി പൂജ അവിടെയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന് ഊരാളന്മാരാണ് ഇപ്പോഴും ഞങ്ങളുടെ ഊരാള സ്ഥാനത്തുള്ള ഒരു കുടുംബമാണ് പള്ളിപ്പുറത്ത് വന. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചടങ്ങുകളും നിരവധി പരിപാടികളുമാണ് ക്ഷേത്രത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നത് മഹാസഹസ്ര കലശ അഭിഷേകവും അഷ്ടബന്ധ കലശവുമാണ്. ക്ഷേത്രത്തിന്റെ അതായത് ജീർണാവസ്ഥയിൽ നിന്ന് പൂർണ്ണാവസ്ഥയിലേക്ക് ക്ഷേത്രത്തെ മാറ്റുന്ന ചടങ്ങാണ് ഈ അഷ്ടബന്ധ കലശവും സഹസ്ര കലശാഭിഷേകവും. ചൈതന്യം 10 മടങ്ങായി വർദ്ധിച്ച് കണയന്നൂരപ്പൻ അനുഗ്രഹത്തിന്റെ അളവ് കൂട്ടി എല്ലാ ഭക്തജനങ്ങൾക്കും കൂടുതൽ അനുഗ്രഹം ചൊരിയും ഈ ചടങ്ങുകളിലൂടെ, ഈ ചടങ്ങ് പൂർത്തീകരിക്കുമ്പോൾ എന്ന് ക്ഷേത്ര ഭാരവാഹികളും സാക്ഷ്യപ്പെടുത്തുന്നു. ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് ശ്രീ NK രാജൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നു. ഈ കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ട്രസ്റ്റി അല്ലെ ഇതിൻ്റെ ഉടമ പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ പുരാതന കാലങ്ങളായിട്ട് തന്നെ ഇവരുടെ ഓർമ്മകളിൽ പോലും ചെയ്യാത്ത ഭയങ്കര രീതിയിലുള്ള ഒരു പുനരുദ്ധാരണമാണ് ഇപ്പം നമ്മൾ ഇതുവരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സുനാമി ഉണ്ടായ ആ കാലഘട്ടത്തിൽ ഇത് ഒന്നുമല്ലാതെ വെറും വട്ട ശ്രീകോവിൽ മാത്രമായിട്ടിരുന്ന ഒരു ക്ഷേത്രമാണിത്. ഭക്തജനങ്ങൾക്ക് ഭഗവാനെ ആരാധിച്ച് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യം നാടിനും നല്ല രീതിയിലുള്ളൊരു നാട്ടുകാർക്കും നല്ല രീതിയിലൊരു ഉത്തേജനം ഭഗവത് സന്നിധിയിലേക്ക് എത്താനൊരു വലിയ കാരണമായിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്തോരം പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ അടുക്ക വന്ന് എന്ത് പറഞ്ഞാലും അത് നമുക്ക് ഭഗവാൻ സാധിച്ചു തരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ നിലവാരം. അപ്പോൾ അതനുസരിച്ച് കേൾക്കുന്ന ഭക്തജനങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും ഇന്ന് വരുന്നവരും നാളെ വരുന്നവർ അടുത്ത ആളുകളെ അവരുടെ അടുത്തടുത്തുള്ള ആളുകളെ എല്ലാവരെയും നമുക്ക് ഇതിനകത്തേക്ക് സഹകരിപ്പിച്ച് നല്ല രീതിയിൽ നല്ലൊരു കൂട്ടായ്മയോട് കൂടിയാണ് ഇവിടെ ഈ അമ്പലത്തിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ എല്ലാം സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും നാട്ടുകാരുടെയും അതുപോലെ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ നിസ്വാർത്ഥ സഹകരണം കൊണ്ടുമാണ് ഈ നിലയിലേക്ക് ക്ഷേത്രത്തെ ഉയർത്താൻ സാധിച്ചത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ക്ഷേത്രം സമിതി വൈസ് പ്രസിഡന്റ് സുരേഷ് കോലത്ത്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഈ ക്ഷേത്രമുറ്റത്ത് കളിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ അമ്പലത്തിൻ്റെതായ എല്ലാ പുരോഗതിക്കും ഈ ക്ഷേത്രം ഏതാണ്ട് 97 മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടും ഈ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം നിന്ന് എല്ലാ ഉത്സവത്തിൻ്റെ ആയാലും ശിവരാത്രി മഹോത്സവത്തിൻ്റെയും പല കമ്മിറ്റിയുടെയും കൺവീനറായും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഈ ഉത്സവ
കാലങ്ങളിൽ ഏറ്റവും ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ഏറ്റവും കൂടുതൽ സഹകരണം കൊണ്ട് തന്നെയാണ് ഈ അമ്പലം ഇത്രയും പുരോഗമിച്ചു വന്നിരിക്കുന്നതും ഈ ജനങ്ങളോടുള്ള നന്ദി എന്നും അറിയിക്കുകയാണ്. നാട്ടുകാരുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹാശിസ്സുകളോടെ സഹകരണത്തോടെ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ, അതായത് പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ക്ഷേത്രം ഖജാൻജി ശ്രീ എം പ്രദീപ് കുമാർ. കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് വരാൻ സാധിച്ചത് 2017 നവംബർ 17 ആ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുവാണ്. അതിന് എന്നെ ആ കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി തന്ന പള്ളിപ്പുറത്തുമന കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ ക്ഷേത്ര ഭാരവാഹികളും ഭഗവാനും പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുക. കാരണം കഴിഞ്ഞ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു കാട് കയറി ഈ അമ്പലം എന്താണെന്ന് അതിൻ്റെ പ്രതിഷ്ഠ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു വലിയൊരു വനം എന്ന് തന്നെ പറയാം. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മ വരികയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് സത്യത്തിൽ ഭഗവാൻ സഹായിച്ച് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു 30 ലക്ഷം രൂപയുടെ അടുത്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ ഈ അമ്പലത്തിൽ വന്ന സാഷ്ടാംഗം ഭഗവാനെ ഭജിക്കുന്ന എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന പലതും ലഭിച്ചിട്ടുണ്ടെന്ന് ഉള്ള വിശ്വാസമാണ് എനിക്ക്. അതായത് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് മുഴുവൻ ഈ ഭക്തജനങ്ങളുടെ തന്നെയാണ്. അതിന് ഞാൻ ഭഗവാന്റെ പേരിലും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിയാണ് ഈ സാഹചര്യത്തിൽ. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഞാൻ പോലും സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഒരു സ്വപ്ന പ്രോജക്റ്റ് എന്ന് പറയുന്ന കലശത്തിന് ശേഷം ഈ അമ്പലത്തിൽ ഒരു പടിഞ്ഞാറൻ നടക്കി ഒരു ഗോപുരം ഉണ്ടാക്കുക. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം നടത്തി തരാൻ ഭഗവാനും അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ഷേത്രത്തിന്റെ പഴയ അവസ്ഥയും അത് ഇപ്പോൾ കാലികമായി പരിഷ്കരിച്ച് ഈ അവസ്ഥയിലെത്തിച്ച് കൂടുതൽ ചൈതന്യവത്താക്കി മാറ്റിയതിനെ കുറിച്ച് ക്ഷേത്ര സമിതി സെക്രട്ടറി ശ്രീ നാരായണൻകുട്ടി. എല്ലാവർക്കും നമസ്കാരം. ഇത് കണയന്നൂർ മഹാദേവ ക്ഷേത്രം. ഏകദേശം 1998 വർഷമാണ് പള്ളിപ്പുറത്ത് തന്നെ കൈവശം വരുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. അന്നു മുതൽ പല ഭരണസമിതികൾ വരികയും വെറും വട്ടശ്രീകോവിൽ മാത്രമുണ്ടായിരുന്ന ഈ ക്ഷേത്രം 1ാം ഘട്ട പുനരുദ്ധാരണം കഴിഞ്ഞ് ഈ നിലയിലാക്കിയതും പഴയ ആളുകൾ തന്നെയാണ്. അതിനുശേഷം 2019 ഡിസംബർ മുതലാണ് ഇപ്പോഴത്തെ ഭരണസമിതി ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും 2ാം ഘട്ട പുനരുദ്ധാരണം, അതായത് നടപ്പന്തൽ, പ്രദക്ഷിണവിരിക്ക് അകവും പുറവും ടൈൽ വിരിക്കില്ല, ക്ഷേത്ര ശ്രീകോവിലിൻ്റെ അറ്റകുറ്റപ്പണി, പീഠവിളക്ക് പ്രതിഷ്ഠ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഞങ്ങൾ അമ്പലം രീതിയിൽ തന്നെ ആക്കിയെടുത്തതും നമ്മുടെ ഭക്തജനങ്ങളുടെ ഒരേ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി, ഏകദേശം 900 വർഷത്തെ പഴമമുണ്ടെന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയും വളരെ ഭക്തജനങ്ങൾ ആരുമില്ലായിരുന്ന സമയം ഇതിനിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഈ നാടിൽ നിന്നും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുണ്ട്. അവർ ചെയ്യുന്ന വഴിപാടുകളും അതുപോലെ ഓരോ അർപ്പിതങ്ങളും ഓരോ വഴിപാടുകളും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മേൽശാന്തി ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. അവർ ഓരോ ദുരിതങ്ങളായിട്ട് ഈ അമ്പലത്തിൽ വരികയും ആ ദുരിതങ്ങളെല്ലാം അകറ്റി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യക്ഷിയമ്മയ്ക്ക്, ചോറ്റാനിക്കര അമ്മയാൽ നിഗ്രഹിക്കപ്പെട്ട യക്ഷിയമ്മയുടെ ക്ഷേത്രം ഉപദേവതയായിട്ട് ഇവിടെ ഉണ്ട്. ഏതാണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് യക്ഷിയമ്മയ്ക്ക് 2 നേരവും പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അവിടെ നിന്നും ചരട് ജപിച്ചു കൊടുക്കുക, പായസങ്ങൾ, വഴിപാടുകൾ ഓരോന്ന് കഴിക്കുക, ഭയഭക്തി ഉണ്ടാകുന്ന അവർക്ക് ഇത് മോശം ഉണ്ടാക്കി കൊടുക്കുക, ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ മേശാന്തിയുടെ ഒരു കഴിവും ഇതിനകത്ത് ഇല്ല എന്നുള്ളതില്ല. വളരെ യക്ഷിയമ്മയുടെ ഇതിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് അന്വേഷണങ്ങൾ വരാറുണ്ട്. അവർ വഴിപാടുകൾ അയച്ചു തരാറുണ്ട്. ഞങ്ങൾ അതിന് വഴിപാട് ചെയ്തിട്ട് അത് പായസം ഞങ്ങൾ പാഴ്സൽ ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. അവരെല്ലാം തൃപ്തരാണ്. ഇപ്പോഴും ഷൊർണൂർ, പാലക്കാട്, തൃശ്ശൂർ, കാഞ്ഞിരപ്പള്ളി, തിരുവനന്തപുരം
എന്നീ ഭാഗത്തു നിന്നെല്ലാം ഭക്തജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഈ ശിവക്ഷേത്രത്തിലും യക്ഷിയമ്മയുടെ വഴിപാടുകളും അതിൻ്റെ ഇതായിട്ടുള്ള സർപ്പദോഷങ്ങൾ അതെല്ലാം മാറ്റുന്നതിനും എല്ലാ മാസം ആയില്യത്തിന് ആയില്യ പൂജ എല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. ക്ഷേത്രവും ക്ഷേത്ര അനുബന്ധവും ആയ വിഷയങ്ങളെക്കുറിച്ച് ക്ഷേത്രത്തിന്റെ മുൻ ഭാരവാഹികളും അതുപോലെ തന്നെ മാതൃസമിതി അംഗങ്ങളായ സ്ത്രീ ജനങ്ങളും പ്രതികരിച്ചു. സത്യത്തിൽ ഇതൊരു വലിയൊരു നിമിത്തമാണ്. കാരണം ഞാൻ 20-22 വർഷത്തോളം പുറനാടുകളിൽ ജീവിച്ചിട്ട് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊളിഞ്ഞൊരു ശ്രീകോവിലും അതുപോലെ ഒരു യക്ഷിയമ്മയുടെ ക്ഷേത്രവും, യക്ഷിയമ്മയെ അതായത് ചോറ്റാനിക്കര അമ്മയാൽ നിഗ്രഹിക്കപ്പെട്ട യക്ഷിയമ്മയെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര അമ്മയുടെ ഇവിടെ ഉള്ള യക്ഷിയമ്മയുടെ ക്ഷേത്രം. ആ ക്ഷേത്രം വളരെ പൊളിഞ്ഞ് അതുപോലെ ഒരു ചെറിയ ശ്രീകോവിൽ മാത്രമായിട്ട് ചുറ്റമ്പലോ ചുറ്റുമതിലോ ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഒരു റബ്ബർ തോട്ടങ്ങളും ചുറ്റും തൊടലിമുള്ളുകളും അത് മുള്ളുകളുടേതായ ഒരു ആവാസ കേന്ദ്രം പോലെ കാട്ടുമൃഗങ്ങളും വെച്ചിരുന്നൊരു ക്ഷേത്രത്തിൽ ഞങ്ങൾ കുറച്ച് പേര് മനക്കൽ ചെന്ന് പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് അവരോടും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവരുടെയും എല്ലാം അനുവാദത്തോടുകൂടി ഈ ക്ഷേത്രം ചുറ്റുമുള്ള കാടെല്ലാം വെട്ടിത്തെളിച്ച് ഇത് ഒരു ശിവരാത്രി മഹോത്സവം നടത്തണം എന്നുള്ള ആലോചിക്കുകയും അങ്ങനെ ശിവരാത്രിയും ക്ഷേത്രക്ഷേമ സമിതി എന്ന പേരിലൊരു സംഘടനയായി തന്നെ ഇത് രൂപവൽക്കരിച്ച് ക്ഷേത്രക്ഷേമ സമിതി രൂപവൽക്കരിക്കുകയും അതിൻ്റെ ആദ്യത്തെ ഉത്സവാഘോഷ സമിതി കൺവീനറായിട്ട് പ്രവർത്തിക്കാനും എനിക്ക് സാഹചര്യം ലഭിച്ചു. അന്ന് മുതൽ നമ്മളിത് ഏകദേശം 18-20 വർഷത്തോളം തുടർച്ചയായിട്ട് സെക്രട്ടറി ആയിട്ടും ഉത്സവാഘോഷ സമിതി കൺവീനറായിട്ടും നടത്തി. നമ്മൾ എല്ലാ വർഷവും സത്രങ്ങൾ നടത്തി. അതായത് ഭാഗവത സപ്താഹം, ഭാഗവത സത്രം, നാരായണീയ യജ്ഞം, അതിരുദ്ര മഹായജ്ഞം തുടങ്ങിയവയെല്ലാം നടത്തി ഈ ക്ഷേത്രത്തിൻ്റെ പേരും പെരുമയും വളരെയധികം നാടുകളിലേക്ക് എത്തിച്ചേർക്കുവാൻ സാധിച്ചു. 2001 മുതലാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി രൂപീകരണം. 2001 വിപുലമായിട്ടുള്ള വലിയ രീതിയിലുള്ള കമ്മിറ്റികൾ, അതനുസരിച്ചിട്ടുള്ള ഉത്സവ പരിപാടികളും എല്ലാം ഇവിടെ ആസൂത്രണം ചെയ്തിരുന്നു. ഈ ഉത്സവത്തിൻ്റെ ആദ്യ കമ്മിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞാൽ 2001 കമ്മിറ്റിയിൽ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. എൻ്റെ പേര് രൂപനന്ദനൻ എന്നാണ്. ഇവിടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു. ആ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 3 ആനപ്പുറത്ത് ഞാൻ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം 3 ആനപ്പുറത്ത് ഉത്സവത്തോടുകൂടി ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടന്നിരുന്നത്. ആ എല്ലാ നാട്ടുകാരുടെയും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നത്. അന്ന് പുനരുദ്ധാരണ കമ്മിറ്റിയും ഉണ്ടാക്കിയിരുന്നു. ആ പുനരുദ്ധാരണ കമ്മിറ്റിയിൽ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ പോയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ സെക്രട്ടറിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് വെറും ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നു. അതിനൊരു വാതിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഓരോരുത്തരുടെ സംഭാവനയായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇതേക്കും. അതിഗംഭീരമായിട്ടുള്ള ഉത്സവങ്ങളും അതുപോലെ തന്നെ സപ്താഹം ഒരു 10-12 വർഷം സപ്താഹം നടത്തി അതിഗംഭീരമായിട്ട് നടത്തിയിരുന്നു. ഈ ഉത്സവത്തിൻ്റെ ഇതിലേക്കെന്ന് പറഞ്ഞ് വെടിക്കെട്ടും മറ്റുള്ള ആഘോഷ പരിപാടികളും കാണാൻ ഇവിടെ സ്ഥലത്തിൻ്റെ നമ്മുടെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അങ്ങേറ്റം ബുദ്ധിമുട്ടി ഓരോരുത്തരും പ്രായവരും എല്ലാവരും സ്ത്രീകളും എല്ലാവരും ഇതുണ്ടായിരുന്നു. ഇവിടെ വനിതാ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ദശപുഷ്പം വേദാവതി എന്ന് പറഞ്ഞ ഇതിലുണ്ട്, ഇന്നും നിലവിലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല പോയിരുന്നു. വിശ്വവിഖ്യാതമായ പുണ്യപുരാതനമായ പള്ളിപ്പുറത്തുമനയിലെ മഹാശിവക്ഷേത്രം ഇവിടെ പണ്ട് മുതലേ വളരെ പുരാതനമായ കാലം മുതലേ ഉണ്ടായിരുന്നതാണ്. ആദ്യകാലത്ത് പൂജാതി കർമ്മങ്ങളും മറ്റു ഉത്സവാദി ചടങ്ങുകളെല്ലാം വളരെ ലോപിച്ചാണ് നടത്തിയിരുന്നത്. പിന്നീട് 1998 മുതൽ വിശാലമനസ്കരായ തമ്പുരാക്കന്മാരുടെ സന്മനസ്സുകൊണ്ട് പൗരാണിക ക്ഷേത്രമായിരുന്ന ആ ക്ഷേത്രം ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം തന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ഇവിടെ
അന്നു മുതൽ ഒരു ചെറിയ സംഘടനകൾ ഉണ്ടാവുകയും അങ്ങനെ കാടും മേടും പുല്ലും പുഷ്പവും നിറഞ്ഞു നിന്നിരുന്ന, തൊട്ടാവാടി മുള്ളുവെള്ളം നിറഞ്ഞു നിന്നിരുന്ന, റബ്ബർ തോട്ടങ്ങളും കൊണ്ട് പച്ച പിടിച്ചു നിന്നിരുന്ന ഈ ക്ഷേത്രം കാണാൻ വളരെ ഐശ്വര്യ സമ്പൂർണമായിരുന്നു. ഞങ്ങൾ ഈ നാട്ടുകാരായ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അന്ത്യത്തിരി കത്തിക്കുകയും ഇവിടെ തൊഴാനായിട്ട് വിശിഷ്യ ശിവരാത്രി ദിനത്തിൽ ജനങ്ങൾ വന്ന് തൊഴാനും പിടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കുറേശ്ശെ ഉണ്ടായി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 1998 മാസത്തിൽ ഇവിടെ ഏതാനും ജനങ്ങളെ വിളിച്ചു കൂട്ടുകയും ഓരോ ഭരണപരമായ കാര്യങ്ങൾ ചെറുതായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും പ്രവർത്തിച്ച് വരികയും അമ്പലം അടിക്കടി മേൽക്കുമേൽ ഐശ്വര്യത്തിലേക്കും പ്രതാപത്തിലേക്കും കുതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഉത്സവങ്ങൾ ഒക്കെ നടത്താനായിട്ടുള്ള സാഹചര്യത്തിനു വേണ്ടി ജനങ്ങൾ ഇവിടെ ധാരാളമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യം, സ്ത്രീകൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നതിനു വേണ്ടി ഇവിടെ ഒരു വനിതാവേദി സംഘടിപ്പിക്കണമെന്നുള്ള ഒരു ആശയം ഉടലെടുക്കുകയും അതിന് ഈ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ അറിവോടും കൂടിയിട്ട് ഇവിടെ ഒരു വനിതാവേദി സംഘടിപ്പിച്ചു. ആ വനിതാവേദിയുടെ നാമധേയം ദശപുഷ്പം വനിതാവേദി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അത് 2005 മുതൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും നാനാതരത്തിലുള്ള പ്രവർത്തികളും പിന്നെ ഉയർച്ചയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. കണയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ക്ഷേത്രം ജീവനക്കാരൻ കൂടിയായ കഴകം ശ്രീ രാജൻ മാരാർ പ്രതികരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ 84-86 കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ക്ഷേത്രത്തിലേക്ക് ഈ വരാനും ഇവിടെ കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചത്. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 85-86 കാലഘട്ടത്തിലാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ തൊട്ടടുത്ത് എൻ്റെ കൊച്ചത്തിൻ്റെ ഒരു കടയിൽ രാത്രി കടന്നിരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് മധുരം ചുറ്റുമതൊന്നുമില്ല, മുഴുവൻ കാടും മാവും മറ്റു ഇതായിട്ട് ആകാരം പ്രവേശിക്കാതെ കിടന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ നേരെ എതിർവശത്താണ് കൊച്ചത്തിൻ്റെ ഹോട്ടലിലാണ് രാത്രിയും കടന്നുകൊണ്ടിരുന്നത്. കടന്നിരുന്ന സമയത്ത് രാത്രി ഒരു ഏതാണ്ട് 2 മണി സമയമായി കാണും. ആ സമയത്ത് എനിക്ക് ആരോ വിളിക്കുന്നതായിട്ട് എനിക്ക് ശബ്ദം പോലെ കേട്ടു. ഞാനിപ്പോൾ ആരോ വിളിച്ചെന്നറിയാൻ ഹോട്ടലിൻ്റെ പുറകിലത്തെ വാതിൽ തുറന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ മതിലൊന്നുമില്ല. അന്നേരം ഇതിലിവിടെ ആനയും അമ്പാരിയും പന്തവും വിളക്കും ആയിട്ട് ഭയങ്കരമായിട്ടൊരു എഴുന്നേൽപ്പ് നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. രാത്രി ഒരു 2 മണി സമയമായി കാണും. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. രാത്രി ഞാൻ ഒരു 2 മണി സമയത്താണ് കാണുന്നത്. ഇവിടെ മതിലിനകത്താണ് അവിടെ ശരിക്കും കാണാം. അപ്പോൾ ഇവിടെ ചുറ്റും പ്രദക്ഷിണം വെച്ച ആനയായിട്ടും എഴുന്നേൽപ്പും ഒക്കെ ആയിട്ട് പന്തവും ആ ഭക്തജനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മനക്ക് ചെന്ന് തന്ത്രാണ് പറഞ്ഞത്. അപ്പോൾ തന്ത്രം പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാതെ ഈ അമ്പലം നേരെയാൻ സാധ്യത, കാരണം ഒരു പ്രതീക്ഷയില്ലാത്തൊരു അമ്പലമായിരുന്നു. ചുറ്റും കാടും പടലൊക്കെ ആയിട്ട് ഇറക്കുന്ന വരുമ്പോൾ ആരും ഇങ്ങോട്ട് വരില്ല എന്നുള്ള പ്രതീക്ഷയിലേക്കുന്ന സ്ഥലത്ത് ഇവിടെ രാവിലെ ഒരു തിരുമേനി വരും, ഒരു വിളക്ക് വയ്ക്കും, പോകത്തേ ഉള്ളൂ, അല്ലാതെ പൂജയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 98 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഭക്തജനങ്ങൾ കൂടി സംഘടിച്ച് ഇവിടെ നിത്യപൂജ വേണം, രാവിലെ തുറന്ന് ഞങ്ങൾക്ക് ദർശനത്തിന് അനുവാദം തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയും അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു അനുഭവം ഉണ്ടാവുകയും ഇവിടെ ഭഗവാനെ ഭജിച്ച എല്ലാവർക്കും തന്നെ നല്ല അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ പെൺകുട്ടികളുടെ വിവാഹം ഒത്തിരി വൈകിയാണ് വിവാഹം. സ്വയംവര പുഷ്പാഞ്ജലി തിങ്കളാഴ്ച സ്വയംവര പുഷ്പാഞ്ജലിയും സ്വയംവര പുഷ്പാഞ്ജലിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിക്കുന്നത്. പിന്നെ ഭഗവാൻ ധാര അതാണ്. പിന്നെ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല, നിർദ്ധനായ ഒരു കുടുംബത്തിലാണ് ഇവിടെ വന്ന് ഭഗവാൻ സേവിച്ച് 26 വർഷം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ 2 കുട്ടികളും നല്ല നിലയിൽ എത്തിക്കാനും എൻ്റെ ജീവിതം ഇപ്പം വളരെ സന്തോഷമാണ് ഞാൻ ജീവിക്കുന്ന കാലഘട്ടമാണ്. എനിക്ക് ഭഗവാന്റെ പൂർണ്ണമായ സഹകരണം എല്ലാവിധം ഭഗവാന്റെ അനുഗ്രഹങ്ങളും എനിക്ക് കോടാനുകൂടി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ വളരെ സന്തോഷവാനാണ്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ ഭഗവാൻ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് കഴിക്കുന്ന ധാരയാണ് ഏറ്റവും പ്രധാനം. പിന്നെ പെൺകുട്ടികളുടെ കല്യാണത്തിന് സ്വയംവര പുഷ്പാഞ്ജലി,
പിന്നെ അത്യസമയിലൊക്കെ ഒരുപാട് രോഗികൾ ഇവിടെ വന്ന് ഭഗവാനെ മൃത്യുഞ്ജയ ഹോമം നടത്തി. മൃത്യുഞ്ജയം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ. മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൃത്യുഞ്ജയം ഒരു ദിവസം നടത്തുകയുള്ളൂ. അതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്വയം ഉണ്ടാവും കഴിക്കാൻ. ഭംഗിയാണ് മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികളും ഒരുപാട് അവശരായി കിടക്കുന്ന ആളുകളും രക്ഷപ്പെട്ട അതിൻ്റെ അനുഭവമുണ്ട്. അനുഭവം കൊണ്ട് പറയുകയാണ്. വളരെ നല്ല ഒരു അനുഭവം ഇവിടുന്ന് കിട്ടുന്ന ഭഗവാന്റെ പൂർണ്ണമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടെന്നുള്ളതിൻ്റെ അനുഭവത്തിൻ്റെ പൂർണ്ണ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാം മംഗളമായി കലാശിക്കട്ടെ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശ്രീ കണയന്നൂർ മഹാദേവ ക്ഷേത്രം ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ പ്രതീകമായി ഇങ്ങനെ വിളങ്ങുകയാണ്. ക്ഷേത്രോത്സവത്തിനും അതുപോലെയുള്ള ചടങ്ങുകൾക്കുമൊക്കെ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ പൂജകൾ, പ്രത്യേകമായ വഴിപാടുകൾ, നിരവധി അനുഭവസ്ഥർ. ശ്രീ കണയന്നൂർ മഹാദേവൻ ഏവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ആ നാട്ടിൽ മാത്രമല്ല, ലോകമെങ്ങും ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെ വികിരണങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചൈതന്യം ഇനിയും വർദ്ധിക്കട്ടെ. ഭക്തർക്കെല്ലാം ആഗ്രഹ സഫലീകരണം ഉണ്ടാകട്ടെ. അനുഗ്രഹാശിസ്സുകൾ ഭഗവാൻ എല്ലാവരിലും ചൊരിയട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ശ്രീ കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് ഹാർദമായ സ്വാഗതവും അരുളുകയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ക്ഷേത്ര ഭാരവാഹികൾ, അതുപോലെ ക്ഷേത്രേശൻ ശ്രീ പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് അവർകൾ, അതുപോലെ ക്ഷേത്രതന്ത്രി, ക്ഷേത്ര മേൽശാന്തി, അതുപോലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ശ്രീ മഹാദേവൻ എല്ലാവരിലും അനുഗ്രഹം ചൊരിയട്ടെ. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗ പ്രണയിതാരം പ്രണതോസ്മി സദാശിവം. പുണ്യാരാധനാലയങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. സോപാനം.